ഇന്ത്യയിലും നമുക്കും നമ്മുടെ വിശ്വാസത്തിനും വളരെയധികം ഭീഷണികളുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സമയമാണ്. കന്യാസ്ത്രീകളും വൈദികരുമൊക്കെ പലപ്പോഴും പലയിടത്തും ക്രിസ്ത്യാനികളാകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആടിയേൽക്കുന്നതും ദണ്ഡനമേൽക്കുന്നതുമൊക്കെ TV മുഖാന്തരം നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇത് വ്യാപിച്ച് വർദ്ധിച്ചു വന്നാൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഈ ഭീഷണി ഉണ്ടാകും. പക്ഷെ അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ എനിക്ക് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല എന്ന് ധൈര്യമായും പറയുവാൻ, ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കും, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഏത് പീഡയും നേരിടുവാനുള്ള ധൈര്യം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നു. അത് നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് ശ്ലീബ ആഘോഷത്തിൻ്റെ ശക്തി, അതിനെ നേരിടുവാനുള്ളതായിരിക്കുന്ന ശക്തി ദൈവം തമ്പുരാൻ നമുക്ക് തരും. കാരണം കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലേക്ക് വളരണമെങ്കിൽ ഏത് തരത്തിലുള്ള പീഡനങ്ങളും സഹിക്കാൻ നാം തയ്യാറായെങ്കിലേ സാധിക്കുകയുള്ളൂ. പലതരത്തിലുള്ള പീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളർന്നതായ ചരിത്രമാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളത്. അതാരെയും ഭയപ്പെടുന്നില്ല. അതിനാകെ ഭയം ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ. ആ ലോകത്തിൽ ഒരു മനുഷ്യനെയും ഭയപ്പെടില്ല, ഒരു ജാതിയെയും ഭയപ്പെടില്ല, ഒരു വ്യവസ്ഥിതിയെയും ഭയപ്പെടില്ല, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഏതൊരു ഭരണത്തെയും അതിന് ഭയമില്ല. അതിന് ക്രിസ്തുവിനെ മാത്രമേ ഭയമുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഏത് യാതനയും അനുഭവിക്കുവാൻ നാം തയ്യാറാകേണ്ട കാലമായിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ശ്ലീബ ആഘോഷത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുള്ളൂ.